ഗോവിന്ദ് രാധാകൃഷ്ണനും ഞങ്ങളൊക്കെ സുഹൃത്തുക്കളായിരുന്നു. ആൾ പൈസ ഞങ്ങളുടെ നിന്ന് വാങ്ങിച്ചിട്ടുണ്ട്. ഇതൊക്കെ അവനെ ശരിക്കും അറിയാഞ്ഞിട്ടാ തിരിച്ചു തരുന്നില്ല. ഒരു വലിയ എമൗണ്ട് എൻ്റെ 8 ലക്ഷം രൂപയുണ്ട്. അതുപോലെ എൻ്റെ സുഹൃത്തുക്കളിൽ നിന്നുണ്ട്. അതിൽ ഉൾപ്പെടെ ഒത്തിരി സുഹൃത്തുക്കളിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ട്. രാഷ്ട്രീയത്തിലോട്ട് എൻ്റർ ചെയ്തപ്പോൾ തൊട്ട് ആളൊരു ഭീഷണിയുടെ സ്വരത്തിലാണ് വാങ്ങിച്ചെടുക്കാമെങ്കിൽ വാങ്ങിച്ചോ, നിങ്ങൾ ഹണി ട്രാപ്പ് പോലെ ഇതിൽ പെടുത്താൻ നോക്കുകയാണെന്നൊക്കെ ഒരു വ്യത്യസ്തമായ ഒരു നെഗറ്റീവ് പറയാൻ തുടങ്ങി. ഇതൊക്കെ മനസ്സിലാക്കി നിങ്ങൾ ഇത്ര നാളും മിണ്ടാതിരിക്കുകയായിരുന്നു. സൈബർ കൊട്ടേഷൻ പോലെ നമ്മുടെ എക്സ്പോസ് ചെയ്യാനുള്ള എന്തോ കാര്യങ്ങൾ എന്നിട്ട് അവിടെ ചെന്നു. അന്വേഷണത്തിൽ റോബിൻ തന്നെയാണ് പൈസയുടെ ഇടപാട് നടത്തി തരാനുള്ളത് എന്നുള്ളത് മനസ്സിലാക്കിയപ്പോഴത്തേക്കും അത് ബാക്ക് ഫയർ ചെയ്തു. അഞ്ചാറബത്തൊക്കെ എല്ലാവർക്കും പറ്റേ. ആൾക്ക് ഇമേജ് ആണ് ഏറ്റവും പ്രധാനം. ആളുടെ ഫാൻസിന്റെ അടുത്തും അങ്ങനെയുള്ള ജനറൽ പബ്ലിക്കിലും പിടിച്ചു നിൽക്കാനായിട്ട് ഒരു പ്രസ് മീറ്റ് നടത്തിയിരുന്നു. പെട്ടെന്നുണ്ടായ ഒരു ദേഷ്യത്തിന് എന്തൊക്കെ വിളിച്ചു പറഞ്ഞു എന്നല്ലാതെ ഞങ്ങളുടെ കയ്യിൽ തെളിവുകളുണ്ട്, എല്ലാത്തിനും തെളിവുകളുണ്ട്. നിയമപരമായിട്ട് നീങ്ങാനൊക്കെ പറയുന്നുണ്ട്. നിയമപരമായിട്ട് ആദ്യമേ നീങ്ങിയത് ഒരാളാണ് ഞാൻ. 2025 സാമ്പത്തിക വർഷത്തിൽ എനിക്ക് ഓൾമോസ്റ്റ് അദ്ദേഹം 36,75,000 രൂപ തരാനുണ്ട്. പല ഘട്ടങ്ങളിലായിട്ടാണ് മേടിച്ച്. പുതിയതൊന്നും അല്ലല്ലോ, ഇവന്റെ സ്ഥിരം പരിപാടിയല്ലേ. അദ്ദേഹത്തിന്റെ വൈഫിനും അക്കൗണ്ടിൽ കൊടുത്തിട്ടുണ്ട് 11.5 ലക്ഷം രൂപ. അദ്ദേഹത്തിന്റെ വൈഫിനും കൊടുത്തിട്ടുണ്ട്. കയ്യിലുള്ള കാശും കൊണ്ട് തുളച്ചിട്ട് നിൽക്കണം ഇപ്പണ്ടില്ല മല്ലന്മാരുടെ. അവരുടെ എനിക്ക് പോകാനെങ്കിൽ ഒരു ഡ്രസ്സ് പോലും മേടിക്കാൻ പൈസ ഇല്ല. ആ രീതിയിലുള്ള വർത്തമാനങ്ങൾ നമ്മളോട് സംസാരിക്കുന്നു. വീണ്ടും ഞാൻ പൈസ സപ്പോർട്ട് ചെയ്യുന്നു. ലക്ഷ്മി വിളിക്കുന്ന സമയത്ത് ഒരു സ്ത്രീയെ ഏറ്റവും അപകീർത്തിപ്പെടുന്ന രീതിയിൽ സംസാരിക്കുകയും അപ്പൊ ജോബി ചേട്ടനും വലിയ പൈസ കൊടുക്കാനുണ്ട്. അദ്ദേഹത്തിന്റെ തന്നെ സ്ഥാപനത്തിൽ ഒരു ടേബിളിൽ കുറേ പണം രാത്രി കൊണ്ട് മറിച്ചതാ.